ബാറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ അസോൾട്ടിൻ്റെ ബാക്കിയാണ് കേട്ടോ. അസോൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, പേടിയായിരുന്നു അല്ലേ, നമുക്ക് എന്തെങ്കിലും എന്താണ് നമ്മളെ ഫിസിക്കൽ ഫോഴ്സ് ഉപയോഗിക്കുമോ നമ്മളെതിരെ എന്നായിരുന്നു. പക്ഷേ ഇവിടെ ബാറ്ററിയിൽ അവിടെ ഒരു ഫിസിക്കൽ ഫോഴ്സ് ആപ്ലിക്കേഷൻ എന്തായാലും കഴിഞ്ഞിരിക്കും. അതാണ് കേട്ടോ ബാറ്ററി എന്ന് പറയുന്നത്. അസോൾട്ട് എന്ന് പറയുമ്പോൾ പേടിയും, ബാറ്ററി എന്ന് പറയുമ്പോൾ ആ പേടിച്ചിരുന്ന ആ ഒരു ഫിസിക്കൽ ഫോഴ്സ് അവിടെ എടുത്തു. ഇപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ പൊക്കിയിട്ട് ഞാൻ അടിക്കും എന്ന് പറയുമ്പോൾ അതൊരു അസോൾട്ടും, അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് അവിടെ ഒരു ബാറ്ററി. അപ്പം അടിക്കോ എന്ന് പേടിക്കുമ്പോൾ അസോൾട്ടും, അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 എസെൻഷ്യൽസ് ആണ് ഇവിടെ ഉള്ളത്. ഒന്നാമത്തെ എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ അവിടെ എസെൻഷ്യൽ ഡിഫെൻഡൻ്റ് ഒരു ആക്ട് ചെയ്തിരിക്കണം, ഇവിടെ ഡിഫെൻഡൻ്റ് ഒരു ഫോഴ്സ് യൂസ് ചെയ്തിരിക്കണം, എന്ന് വെച്ചാൽ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ചെയ്തിരിക്കണം. രണ്ടാമത്തെ എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഫോഴ്സ് യൂസ് ചെയ്യുന്നതിന് ഒരു ലോഫുൾ ജസ്റ്റിഫിക്കേഷനും ഇല്ലാതിരിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പോലീസ് ഒരു കുറ്റവാളിയെ പെട്ടെന്ന് ഇങ്ങനെ ഫോഴ്സിൽ ഇങ്ങനെ അടിക്കുവാണ് ഓടിപ്പോയപ്പോൾ, അത് നമുക്ക് പറയാൻ പറ്റുമോ അതെന്താണ് ലോഫുൾ ജസ്റ്റിഫിക്കേഷൻ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ ലോഫുൾ ജസ്റ്റിഫിക്കേഷൻ ഉള്ള കാര്യത്തിനല്ല, ലോഫുൾ ജസ്റ്റിഫിക്കേഷൻ ഇല്ലാതെ നമുക്കൊരു ഫിസിക്കലായിട്ടൊരു ഓപ്പോസിറ്റ് ആൾക്ക് നമ്മൾ ഒരു അടി കൊടുക്കുകയോ എന്ത് സംഭവിച്ചാലും അതെന്താണ്, ബാറ്ററി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഒരു എ എന്ന് പറയുന്ന ആൾ ഒരു ചെയർ ബി ഇരിക്കാൻ പോകുന്ന സമയത്ത് നീക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബി ഇരിക്കുന്ന സമയത്ത് താഴെ വീഴുവാണ്. അപ്പോൾ അവിടെ എന്താണ്, അസോൾട്ടാണോ ബാറ്ററി ആണോ നോക്കാം. ഈ എ അവിടെ അസോൾട്ടിനും ബാറ്ററിക്കും ലയബിളാണ്. കാരണം എന്ന് വെച്ചാൽ ബി വീഴാൻ പോകുന്ന സമയത്ത് വരെ എ അസോൾട്ടേ ചെയ്തിട്ടുള്ളൂ. ബി എപ്പോൾ അവിടെ തറയെ വീണു അവിടെ ബാറ്ററി എന്ന് പറയുന്നതും നടന്നു. അപ്പോൾ ഇത് രണ്ടും ലയബിളായിട്ട് വരും. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക.